അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതി ഉണ്ടായിട്ടുണ്ട്. പരിമിതിയുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. പാർട്ടിയെയും മുന്നണിയെയും തുടർച്ചയായി വിവാദങ്ങളിൽ കുരുക്കിയ ഇ.പി. ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവനയും സ്ഥാനചലനത്തിന് കാരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വിശദീകരിച്ചു. മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഇ.പിക്ക് പരിമിതി ഉണ്ടെന്ന് പാർട്ടി വിശദീകരിച്ചു. സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് പിന്നാലെ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ വ്രണിത ഹൃദയനായി ഇ.പി. കണ്ണൂരിലേക്ക് മടങ്ങി. നിങ്ങളോട് എന്തെങ്കിലും പറയാനുള്ളപ്പോൾ വിളിക്കാം എന്ന് മാത്രമാണ് ഇ.പി. ജയരാജൻ വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഇ.പിയുടെ പരിമിതി എന്താണ്? ദല്ലാൾ ബന്ധം വിക്കറ്റ് തെറിപ്പിച്ചോ? പാപിയായെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ? ഇ.പിക്ക് മുന്നിൽ ഇനി എന്ത് ബാക്കി? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, BJP നേതാവ്, ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ് നേതാവ്, ഡോക്ടർ പി ജയരാജ്, ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, M.V. ഗോവിന്ദൻ വിശദീകരിച്ചത് മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇ.പി. ജയരാജന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്നാണ്. എന്തായിരിക്കും ആ പരിമിതി? അത് വളരെ വ്യക്തമാണല്ലോ. ഇ.പി. ജയരാജൻ LDF കൺവീനറായതിനു ശേഷം LDF അങ്ങനെ ഒരു കെട്ടിടപ്പൂടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വളരെ സംശയാതീതമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയുകയല്ല. LDF സംവിധാനം തന്നെ ഇപ്പോൾ പഴയ പോലെ ശക്തമല്ല. LDF ഘടകകക്ഷികൾ തമ്മിൽ ശരിയായ രീതിയിൽ ആശയവിനിമയം നടക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയും മുന്നണിയുടെയും കാര്യങ്ങൾ, നയപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്കിലും ഈ LDF കൂടി അവിടെ ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനം വളരെ കാലമായിട്ട് നടക്കുന്നില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങളുടെ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഈ CPM-ന് നിയമസഭയിൽ അപ്രമാദിത്വമുണ്ട്. ഘടകകക്ഷികളെ പഴയ പോലെ ആശ്രയിക്കേണ്ടതില്ല എന്ന ആ ഒരു ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾക്ക് പഴയ പ്രസക്തിയില്ല. CPI-യുമായിട്ട് മാത്രമേ ഉഭയകക്ഷി ചർച്ചയെങ്കിലും ഉള്ളൂ. മറ്റ് കക്ഷികളുമായിട്ട് CPM ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറിക്കൊള്ളണം എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുന്നണി സംവിധാനത്തിന് പഴയ പോലെ ഒരു പ്രാധാന്യമില്ല. പണ്ട് വളരെ ഗംഭീരന്മാരായ ആളുകൾ VS അച്യുതാനന്ദനും മറ്റുമൊക്കെയാണ് ഇടതുമുന്നണി കൺവീനറായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഇടതുമുന്നണി സംവിധാനം ഇന്നിപ്പോൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ ഇ.പി. ജയരാജൻ അങ്ങനെ ഘടകകക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളുമല്ല. അദ്ദേഹത്തിന് ആ രീതിയിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്, നമുക്കറിയാവുന്നതാണ്. അതൊരു ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ നേതാവാണ്. ഘടകകക്ഷികളുമായിട്ടൊന്നും അങ്ങനെ വലിയ സ്നേഹവും സൗഹാർദ്ദവും ഉള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇ.പി. ജയരാജൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോടൊപ്പം തോമസ് ഐസക്, അതുപോലെ G. സുധാകരൻ, AK ബാലൻ ഇവരൊക്കെ തഴയപ്പെട്ടു. രണ്ടാം നിരയിൽ ഒരുപാട് നേതാക്കന്മാർ, സുരേഷ് കുറുപ്പ്, രാജു അബ്രഹാം, KV അബ്ദുൽ ഖാദർ, ശർമ്മ, പ്രദീപ് കുമാർ അടക്കം. ഇനിയിപ്പോൾ ഇത്രയും പേര് മാറിയാൽ ആ സ്ഥാനത്തേക്ക് മന്ത്രിമാരായിട്ട് വരേണ്ടിയിരുന്ന ആൾ അവരും പരിപൂർണമായിട്ടും മാറ്റി നിർത്തപ്പെട്ടു. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയ്ക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ലീവ് എടുത്ത് മാറി നിന്ന സമയത്ത് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല അടുത്ത സീനിയർ എന്ന നിലയ്ക്ക് സാധാരണയിൽ ഏൽപ്പിക്കേണ്ടത് ജയരാജൻ്റെ ആയിരുന്നു. അതും ഉണ്ടായില്ല. അതിന് അദ്ദേഹത്തിന് നീരസമുണ്ട്. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ രംഗം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് M.V. ഗോവിന്ദനെ കൊണ്ടുവന്നു. പോളിറ്റ് ബ്യൂറോയിലേക്കും ഗോവിന്ദനെ കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഈർഷ്യമുണ്ട്, നൈരാശ്യമുണ്ട്, നീരസമുണ്ട്, അമർഷമുണ്ട്. ഇതൊക്കെ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് അദ്ദേഹം പറയുന്ന പല അഭിപ്രായങ്ങളും നിഷ്കളങ്കമൊന്നും ആയിരുന്നില്ല. ഈ മാസപ്പടി വിവാദം നിൽക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും ഒടുവിൽ മുകേഷിൻ്റെ വിഷയത്തിലടക്കം അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ മുന്നണിയെയും സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകളെയും കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും ജയരാജൻ നടത്തിയിട്ടുണ്ട്. ജയരാജൻ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് തോന്നുക. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും സത്യത്തിൽ ഈ മുന്നണിയെയും സർക്കാരിനെയും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വളരെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ മുകേഷിൻ്റെ വിഷയത്തിൽ നടത്തിയ ഒറ്റ പരാമർശം ഞാൻ പറയാം. വിൻസെൻറ്റും എൽദോസും രാജിവെക്കട്ടെ, അപ്പോൾ മുകേഷും രാജിവെക്കും എന്നാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, മുകേഷ് ഏത് നിലയ്ക്ക് രാജിവെക്കേണ്ട ആൾ തന്നെയാണ്. മറ്റവർ രണ്ടുപേരും രാജിവെക്കാത്തതുകൊണ്ടാണ് ഇദ്ദേഹം രാജിവെക്കാത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമായി. അപ്പോൾ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇത് തന്നെയാണ് മറ്റു പല നേതാക്കന്മാരും ചെയ്യുന്നത്. ഞാനിപ്പോൾ അവരുടെ ഇവിടെ സമയപരിമിതികളുകൊണ്ട് ഓരോരുത്തരുടെ പേര് അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ പരാമർശങ്ങളിലൂടെ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഇപ്പോൾ ഇ.പി. ജയരാജനെ സംബന്ധിച്ചാണെങ്കിൽ ധാരാളം വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിന്റെ 2 കോടി രൂപ ബോണ്ട് വാങ്ങിയതായാലും, പിന്നെ VM രാധാകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ പരസ്യം, പാർട്ടിയുടെ പ്ലീനം പാലക്കാട് നടക്കും അതിന്റെ സപ്ലിമെന്റിന് വാങ്ങിച്ചതായാലും, പിന്നെ അദ്ദേഹത്തിന്റെ മുഹമ്മദ് അലി മുതൽ ഇൻഡിഗോ വരെയുള്ള വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വിവാദം, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഇ.പി. ജയരാജനെ സംബന്ധിച്ചൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി ഇങ്ങനെ ഒരു നടപടി വരുന്നതോടുകൂടി ഇനി പഴയ ഇ.പി. ജയരാജന് കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ കഴിയുമോ? താൽക്കാലികമായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചടിയാണ്. ഇപ്പം അങ്ങനെ ഒരാളെ നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റുകയില്ല. പിന്നെ ഈ സാഹചര്യങ്ങൾ ഏത് കാലത്ത് ഇതുപോലെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. മനുഷ്യർ ചിരഞ്ജീവികളൊന്നും അല്ലല്ലോ അഭിലാഷ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റുകയില്ല. ഇന്നത്തെ നിലയ്ക്ക് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇ.പി. ജയരാജൻ്റെ കാര്യം അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിന് പഴയ ഒരു പ്രാബല്യം ഏറ്റവും കുറഞ്ഞത് ഇന്ന് നാളെയെങ്കിലും അവകാശപ്പെടാൻ പറ്റുകയില്ല. ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഡ്രാസ്റ്റിക്കായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അത് ഉണ്ടാകാൻ പാടില്ലായൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇ.പി. ജയരാജന് വീണ്ടും കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇ.പി. ജയരാജൻ അങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റിയില്ല. അദ്ദേഹം ഒരു സമുന്നതനായ നേതാവ് തന്നെയാണ്. LDF കൺവീനർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആലങ്കാരികമായ ഒരു പദവിയല്ലേ അത്. ഇപ്പോൾ LDF സംവിധാനം തന്നെ ഇല്ല, പിന്നെ കൺവീനർക്ക് എന്ത് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ കണക്കാക്കേണ്ട. അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ശക്തനായ നേതാവാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ അങ്ങനെ തീർച്ചയായിട്ടും എഴുതി തള്ളാനൊന്നും പറ്റുകയില്ല. പക്ഷേ ഇ.പി. ജയരാജൻ അല്പം ദുർബലനായിരിക്കുന്നു എന്ന് മാത്രമേ. തീർച്ചയായിട്ടും. ഡോക്ടർ ബി ജയരാജ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഏപ്രിൽ മാസം 26-ാം തീയതി തന്നെ പറഞ്ഞ ഒരു വാചകം, പാപിയോട് ചേർന്നാൽ ശിവനും പാപിയായിടും എന്നാണ്. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. അപ്പോൾ ഇ.പി. ജയരാജൻ പാപം ചെയ്തിരിക്കുന്നു, അങ്ങനെ പാപിയോട് ചേർന്നിട്ടുള്ള ഇ.പി. ജയരാജൻ പാപിയായി മാറിയിരിക്കുന്നു എന്ന് പാർട്ടി കമ്മിറ്റികൾക്ക് ബോധ്യം വരുന്നത് കൊണ്ടാണോ ഈ നടപടി? സ്വാഭാവികമായും അങ്ങനെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മളത് ഇ.പി. ജയരാജൻ CPM-ൻ്റെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ CPM-ൻ്റെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് തുടങ്ങിയ ഒരാളാണ് അദ്ദേഹം. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ LDF കൺവീനർമാർക്കും, അതായത് MM ലോറൻസിൻ്റെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ LDF കൺവീനർമാർക്കും ഒരു ദുർവിധി ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാര്യം ഇതിനകത്ത് LDF കൺവീനർ ആകുമ്പോഴത്തേക്കും ഒരുവിധപ്പെട്ട അത് UDF കൺവീനർമാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. LDF കൺവീനർ മാത്രമൊന്നുമല്ല, UDF കൺവീനർമാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ. കാരണം ഒരുപാട് ചെറിയ പാർട്ടികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യപ്പെടും. LDF കൺവീനർമാരിൽ PV കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ചില ആളുകൾ ഒഴിച്ചാൽ അങ്ങനെ MM ലോറൻസിന് നടപടി നേരിട്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ആരാണ്? വൈക്കം വിശ്വൻ ഒരു 10 പതിറ്റാണ്ടിലേറെ LDF കൺവീനറായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പാലൊളി മുഹമ്മദ് കുട്ടി LDF കൺവീനറായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അതിനുശേഷം മന്ത്രിയായിട്ടുണ്ട്. A വിജയരാഘവൻ കൺവീനറായ ശേഷം പിന്നെ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും ഒക്കെ ആകുമ്പോഴാണ് മാറുന്നത്. അപ്പോൾ LDF കൺവീനർമാർക്കെല്ലാം ഇതാണ് അവസ്ഥ എന്നില്ല. അല്ല, വിജയരാഘവൻ സാറിൻ്റെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. ആ സമയത്ത് കൺവീനറായിരുന്നപ്പം ചില നാക്കുപിഴകൾ, ചില പരാമർശങ്ങളെല്ലാം അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരം വ്യവസ്ഥിതികൾ കാണിക്കുന്ന ഒന്നാണ്. കുറേ നാളുകളായിട്ട് മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് എതിർവായില്ല, ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അക്രമം നടക്കുന്നൊരു വിഷയം നമ്മൾ കണ്ടല്ലോ. അന്നേരം പിണറായി വിജയൻ്റെ ഫസ്റ്റ് ലെഫ്റ്റനൻ്റായിട്ട് അവരെ തള്ളിയിടുന്നത് അല്ലെങ്കിൽ അതിനെ തടയുന്നത് പിണറായി വിജയനോട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചീറിയെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാനായിട്ട് മുമ്പിൽ നിന്നത് ഇ.പി. ജയരാജൻ തന്നെയാണ്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരാൾ, അത്ര അടുപ്പമുള്ള ഒരാൾക്കെതിരെ ഒരു നടപടി എടുക്കുക എന്ന് പറയുന്നത് ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് കമ്മിറ്റികളുണ്ട്, കമ്മിറ്റികൾ കൃത്യമായ ചർച്ചകൾ നടത്താറുണ്ട്. തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തിരുത്തി തന്നെ മുന്നോട്ട് പോകും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ഇനി തൊലിപ്പുറത്തെ ചികിത്സയാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ഇതിന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ പോലും വാസ്തവം ഇത് തന്നെയാണ്. ആരാണെങ്കിലും പാർട്ടിക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞാൽ അവരെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടി വരും. കാര്യം കുറേ നാളുകളായിട്ട് കുറേ അധികം വിവാദങ്ങളുണ്ട്. നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായിട്ടുള്ള ദേശാഭിമാനി വിവാദം, അതിനുശേഷം ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം കൊടുത്തതിൻ്റെ വിവാദം, അതിനുശേഷം പിന്നെ വേറൊരു മുതലാളിക്ക് സ്ഥലം കൊടുത്തതിൻ്റെ വിവാദം, പിന്നെ അതിനുശേഷം കട്ടൻ ചായയും പരിപ്പുവടയും തുടങ്ങിയുള്ള പരാമർശങ്ങൾ, പിന്നീട് ഇൻഡിഗോ ഫ്ലൈറ്റിലുണ്ടായ വിവാദങ്ങൾ. ഇങ്ങനെ കുറേ നാൾ വിവാദങ്ങളുടെ തോഴനായിരിക്കുന്ന ഒരാളെ പാർട്ടി ഇനിയും പേറുന്നത് LDF കൺവീനറായിട്ട് അത് പാർട്ടിക്ക് മൊത്തത്തിൽ കളങ്കം ഉണ്ടാക്കുമെന്നുള്ളൊരു ധാരണയിലായിരിക്കും, അത്തരത്തിലായിരിക്കാം ചർച്ച വന്നത്.
അല്ലാതെ ഒരാളെ അങ്ങനെ വെറുതെ എടുത്ത് അങ്ങനെ പാർട്ടി നടപടിയെടുത്ത് ഇങ്ങനെ അല്ല, വെറുതെ ജാവേദ്കറെ എന്ന് കണ്ടു ആരും എന്ന് പറഞ്ഞ് പറയുന്നില്ലല്ലോ. പിറ്റേ വെറുതെ ദിവസം അദ്ദേഹം വലിയ ശാരീരിക തെറ്റാണെന്ന് ബുദ്ധിമുട്ട് എടുത്ത് കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ മാറിയെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുമില്ലല്ലോ. അദ്ദേഹത്തിന് കേന്ദ്രീകരിക്കാൻ പരിമിതി ഉണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. അത് രാഷ്ട്രീയമായ പരിമിതിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നില്ല. ഞാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എന്താണ് ഇതിന്റെ അടിയന്തര സാഹചര്യം? ബി ജെ പി നേതാവ് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതാണ്. അപ്പോൾ ബി ജെ പിക്കാരെ കണ്ടാൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്ന സാഹചര്യം നിങ്ങൾക്കുള്ള അസ്പർശ്യതയോ അസ്വീകാര്യതയോ അല്ലേ സൂചിപ്പിക്കുന്നത്? ബി ജെ പിക്കുള്ള അസ്പൃശ്യതയും അസ്വീകാര്യതയൊന്നുമല്ല ഇത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് CPM. ഞാനതിനെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. പ്രധാനപ്പെട്ട 3 ജയരാജന്മാരാണ് കണ്ണൂരിലെ പ്രബലമായിരുന്നത്. 1 വെട്ടുകൊണ്ട ജയരാജൻ, 2 വെടികൊണ്ട ജയരാജൻ, 3 വെട്ടുപോത്തിനെ പോലെ അലറുന്ന ജയരാജൻ. ഈ 3 ജയരാജന്മാരായിരുന്നു കണ്ണൂരിൽ. പിന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ CPM രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനുമായിരുന്നു. അവിടെ ഇ പി ജയരാജൻ ഈ എം വി ഗോവിന്ദ മാഷൊക്കെ എപ്പോഴാണ് വന്നത്? ഇ പി ജയരാജൻ 2005 കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ്. ഇ പി ജയരാജൻ ഇപ്പോൾ അവിടെ നിന്ന് ചാക്കിൻ്റെ പൈസ മേടിച്ചു, ചാക്ക് ചുക്ക, അതൊന്നുമല്ല പ്രശ്നം. അതൊക്കെ എത്രയോ കാലം മുമ്പുണ്ടായിരുന്നതാണ്. 2005 കേന്ദ്ര കമ്മിറ്റി ആയിരുന്ന ഇ പി ജയരാജനെ മെല്ലെ മെല്ലെ ക്രമേണ കണ്ണൂർ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഭാഗം കാര്യം കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായി. അതോടുകൂടിയിട്ടാണ് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും തമ്മിലുള്ള ഫ്രിക്ഷനാണ് വാസ്തവത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ കാതലായി. അല്ല, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എം വി ഗോവിന്ദൻ ഇ പി ജയരാജനേക്കാൾ ജൂനിയർ ആണെന്ന് പറയാം. പക്ഷേ ഇ പി ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ ഇ പിയുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലേ? അല്ലെങ്കിൽ ഇ പി ജയരാജനെ സംബന്ധിച്ച് ഇപ്പൊ നോക്കൂ, ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടമായി. വേറെ ആരുടെയും കുഴപ്പമാണോ? അദ്ദേഹത്തിന്റെ സ്വന്തം കുഴപ്പമല്ലേ? ബാക്കി എല്ലാ വിവാദങ്ങളും അദ്ദേഹം സ്വയമേവ ഉണ്ടാക്കിയതല്ലേ? ഞാനതൊക്കെ പറയാം. നമ്മളൊരു രാഷ്ട്രീയ ചർച്ചയല്ലേ, ഒന്ന് എനിക്ക് അതൊന്ന് പറഞ്ഞോട്ടെ. ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായത് 2005 സീനിയറാണ്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹത്തിന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിണറായി വിജയനെ എപ്പോഴും സംരക്ഷിച്ചു വന്നിരുന്ന ഇ പി ജയരാജനെ, പിണറായി വിജയൻ്റെ എല്ലാ രഹസ്യ ബാന്ധവങ്ങളും അറിഞ്ഞിരുന്ന ഇ പി ജയരാജനെ മെല്ലെ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളി നീക്കിക്കൊണ്ട് എം വി രാജൻ സെക്രട്ടറിയായി, എം വി ഗോവിന്ദൻ സെക്രട്ടറിയായി. അതുകൊണ്ടാണ് അദ്ദേഹം കാസർഗോഡ് നിന്ന് എം വി ഗോവിന്ദൻ്റെ യാത്രയിൽ പങ്കെടുക്കാതിരുന്നത്. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഇ പി ജയരാജനെതിരായിട്ട് ഓരോ കാര്യങ്ങളും മുന്നിൽ കൊണ്ടുവന്ന് എങ്ങനെയും ഇതിനെ തകർക്കണം എന്നൊരാഗ്രഹം വാസ്തവത്തിൽ എം വി ഗോവിന്ദനുണ്ടായിരുന്നു. ഇതിനിടെ കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുകയും എം വി ഗോവിന്ദൻ സെക്രട്ടറിയായി വരികയും ചെയ്തപ്പോൾ എം വി ഗോവിന്ദൻ ജയരാജനെ പുറത്താക്കണം എന്ന കൃത്യമായ അജണ്ടയോടുകൂടിയാണ് എം വി ഗോവിന്ദൻ പ്രവർത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി? അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ ആ 3 പോയിൻ്റ് എനിക്ക് പറയണ്ടു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് ഇപ്പം നടപടി എന്താ ഞാൻ ചോദിക്കട്ടെ, 3 മാസമായില്ലേ ഈ അസ്പർശ്യതയും അയോഗ്യതയും ജാവദേക്കറും ഒക്കെ കണ്ടിട്ട്? ഈ 3 മാസമായിട്ട് ഇവർക്ക് നടപടിയൊന്നും എടുക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അതൊന്നും അല്ല വിഷയം. ഇപ്പോൾ പുതിയ വിഷയമുണ്ട്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കാഫിർ ആ വിവാദത്തിന് 1.5 ലക്ഷം വോട്ടിനും ടീച്ചർ തോറ്റ ശേഷം അവിടുത്തെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചർ ആരാ? ജയരാജനുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത് ബന്ധപ്പെട്ട സഹോദരിയാണ്. അപ്പോൾ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും അതുപോലെ പി ജയരാജനും ഈ ജയരാജന്മാരെല്ലാം കൂടി ചേർന്ന് എം വി ഗോവിന്ദനെതിരെ അതിശക്തമായ ഒരു ഗ്രൂപ്പ് അവിടെ കണ്ണൂരിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്താക്കിയില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് എം വി ഗോവിന്ദനെതിരാവും. എം വി ഗോവിന്ദനോ പിണറായി വിജയൻ ഇപ്പോൾ ഇല്ലാതാവും. അതോടെ മുഖ്യമന്ത്രിയാവാൻ കച്ചകെട്ടി ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് എം വി ഗോവിന്ദൻ. അതോടുകൂടി എം വി ഗോവിന്ദൻ ഇല്ലാതാവും. അപ്പോൾ ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ കഴിഞ്ഞ കമ്മിറ്റിയിലെ തുടങ്ങിയതാണ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ നടന്നില്ല. ഈ കമ്മിറ്റിയിൽ പുറത്താക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം
ഈ പി ജയരാജൻ ഈ കമ്മിറ്റിയിൽ പോകുക പോലും ചെയ്യാതിരുന്നത്? ശരി. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവർ തമ്മിലുള്ള സംഘർഷം ഒരു പോയിന്റോടെ പറഞ്ഞ് ഞാൻ നിർത്താം. മറ്റൊരു വലിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഗ്രൂപ്പിസം അതിശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഹേമ കമ്മിറ്റി വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മുകേഷിനെ രക്ഷിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നത് മുകേഷിനെ രക്ഷിക്കണമെന്ന് മാത്രമല്ല, ഈ MV ഗോവിന്ദൻ്റെ മകൻ ഈ രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റാ. താങ്കൾക്ക് അഭിലാഷം നന്നായിട്ട് അറിയാലോ. ഈ രഞ്ജിത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും രഞ്ജിത്തിന്റെ വലം കൈയായി നിൽക്കുന്നത് MV ഗോവിന്ദന്റെ മകനാണ്. അപ്പോ MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് മുകേഷിനെ രക്ഷിക്കണോ? രഞ്ജിത്തിന്റെ അസിസ്റ്റന്റായി ഒക്കെ വരുന്ന കാലവും ഈ നടന്ന സംഭവങ്ങൾ നടന്ന കാലവും ഒക്കെ വേറെയല്ലേ? അങ്ങേര് രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ രഞ്ജിത്ത് ചെയ്ത എല്ലാ കാര്യത്തിനും അദ്ദേഹം മറുപടി പറയാൻ പറ്റുമോ? കറക്റ്റ് അല്ല അത് കറക്റ്റാ. താങ്കളുടെ ചോദ്യം വളരെ കറക്റ്റാ. ഈ MV ഗോവിന്ദന്റെ മകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെക്കപ്പെട്ടത്. ഇപ്പൊ അത് വെളിയിൽ വന്നു. ഇതുവരെ ചെയ്തത് പൂഴ്ത്തിവെച്ചു, ഇപ്പൊ വെളിയിൽ വന്നു. അപ്പൊ ഈ ഇതൊക്കെ ഈ സമയത്ത് ഞാൻ ഇത്രയും വലിയ ആളാണോ, ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രയും അധികാരം എനിക്കുണ്ടോ എന്ന് അദ്ദേഹം ആലോചിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 2019 കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് അത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമല്ലേ? അതായിക്കോട്ടെ, CPM അല്ലെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു അധികാരവും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ശേഷമല്ലേ സാർ? 2019 ഈ റിപ്പോർട്ട് കൊടുത്തത്. അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമല്ലേ, പ്രത്യേകിച്ച് അധികാരമൊന്നുള്ള നേതാവല്ലല്ലോ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന, എല്ലാത്തിനും നിയന്ത്രണാധികാരമുള്ള ഒരു നേതാവ് മകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് ഈ റിപ്പോർട്ടിനെയൊക്കെ പൂഴ്ത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞാൽ രഞ്ജിത്തിനെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ? എനിക്കറിയില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇതൊക്കെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചത്. എൻ്റെ പോയിന്റ് അതല്ല. ഇപ്പൊ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ള CPM, എൻ്റെ പോയിന്റ് അതാണ്. മുകേഷുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായ CPM മുകേഷിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ ചെലുത്തുവാൻ എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇപ്പോൾ? അതിന് രണ്ട് ഉത്തരമേ ഉള്ളൂ. ഒരു ഉത്തരം, പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. പാർട്ടി സമ്മേളനം ആരംഭിച്ചാൽ പിന്നെ EP-ക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. EP-ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ EP കണ്ണൂരിൽ ശക്തിയായി MV ഗോവിന്ദനെതിരെ രംഗത്ത് വരും. ഒന്ന്. രണ്ട്, മുകേഷിനെ രക്ഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ആ പ്രതിക്കൂട്ടിലായി CPM-നെ രക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഇത് രണ്ടും പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പർവ്വതത്തിന്റെ മുകളിലാണ് ഇതാണ് BJP-യുടെ സ്റ്റാൻഡ്. ജാവദേക്കർ കഴിഞ്ഞ 3 മാസമായി ജാവദേക്കർ ഒരിക്കലും അല്ല. ശരി, ഓക്കെ. KP നൗഷാദ് അലി, EP ജയരാജൻ അല്ല, ഇനി മുതൽ TP രാമകൃഷ്ണനാണ് ഇടതുമുന്നണിയുടെ കൺവീനർ. ഇപ്പോൾ കൺവീനർമാർക്ക് എത്ര വലിയ സ്വാധീനം തുടങ്ങിയ വിഷയങ്ങളൊക്കെ വേറെയാണ്. പക്ഷേ EP ജയരാജൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിന്നുള്ള മടക്കമാണെന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നു. ഇവിടെ കേന്ദ്രീകരണം പോരാ എന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തലും. EP ജയരാജൻ മാറുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന് തോന്നുന്നത്? അഭിലാഷ്, ഈ EP ജയരാജൻ്റെ മാറ്റത്തിന് പശ്ചാത്തലം ഒരുക്കിയൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-ഉം BJP-യും അവരാശയപരമായി അജഗജാന്തരം വ്യത്യാസമുണ്ടെങ്കിലും അവർ ഒരു സമാന ലക്ഷ്യത്തിന് മുന്നിൽ ഐക്യരൂപത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. BJP-യും CPM-ഉം തമ്മിലൊരു ക്രോസ് വോട്ടിംഗ് നടക്കണമെങ്കിൽ അവരുടെ പ്രവർത്തകർക്കിടയിലുള്ള അകൽച്ച അവസാനിപ്പിക്കണം, അക്രമം അറുതി വരുത്തണം, അക്രമത്തിന് ഒരു തീർപ്പുണ്ടാക്കണം എന്നൊരു ലക്ഷ്യവുമായിട്ട് അവർ 2016 ഇവർ അധികാരത്തിലേറിയ അതേ വർഷത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ ഗോപാലൻകുട്ടി മാഷും വത്സൻ തില്ലങ്കേരിയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊക്കെ യോഗാചാര്യൻ M-ന്റെ സാന്നിധ്യത്തിൽ ഒത്തുകൂടിയിരുന്നു. അതിനുശേഷം ഇന്നേ വരെ കേരളത്തിൽ BJP-യും CPM-ഉം തമ്മിൽ പ്രകടമായ ഒരു അക്രമം ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ കൊലപാതകമുണ്ടായിട്ടില്ല, അണികൾക്ക് തമ്മിൽ ചേർന്നു പോകാനുള്ളൊരു സാഹചര്യം
അന്ന് തൊട്ട് ഇവർ ബോധപൂർവം ഉരുത്തിരിച്ചെടുത്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ 2016 ഈ ബാന്ധവത്തിനൊരു ആശയതലം പകരുന്നതിന് ആനുപാതികമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും അധികാരത്തിലേറുമെന്നായിരുന്നു. അങ്ങനെ LDF അധികാരത്തിൽ വന്നു. 2021 അടുത്തപ്പോൾ അവർ എമ്മിന് തിരുവനന്തപുരത്ത് 10 ഏക്കർ അല്ല പിന്നെ എത്ര ഏക്കറെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിശ്ചിത ഭൂമി ലീസിന് കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2021 ആയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ചെറിയ മാറ്റം വരുത്തി. മോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ഇസ്ലാമോഫോബിയ ഉണ്ടായപ്പോൾ അത് കേരളത്തിലും സ്വാധീനിച്ചേക്കാം എന്ന് കരുതിയിട്ട് കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞിനെയൊക്കെ ഒഴിവാക്കി കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസ്സനും എന്നാക്കി അദ്ദേഹം ആ പ്രസ്താവന പരിഷ്കരിച്ചു. വീണ്ടും ഇവിടെ LDF അധികാരത്തിൽ വന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവരിതിലൂടെ ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയം നിരന്തരമായിട്ട് തോൽക്കുന്ന UDF അതുവഴി ശിഥിലമാകുമെന്നും തങ്ങൾക്കൊരു രാഷ്ട്രീയ പരീക്ഷണം നടത്താനുള്ളൊരു തലം കേരളത്തിൽ രൂപപ്പെടുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അല്ല, അവിടെ BJP നേതാക്കളുമായി ഒരു ചായ കുടിച്ച ബന്ധമുള്ള നേതാക്കളെ അവരെത്ര ഉന്നതരെങ്കിലും ഞങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് പറയാൻ CPM-ന് കഴിയില്ലേ? ഐ വിൽ ഗോ വിത്ത് BJP എന്നോ RSS ശാഖയ്ക്ക് അന്ന് ഞങ്ങൾ സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ കോൺഗ്രസിൽ പ്രശ്നമില്ല. പക്ഷേ BJP നേതാവിന്റെ കൂടെ ഒരു ചായ കുടിച്ചാൽ CPM നേതാവിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന സന്ദേശം അവർക്ക് നൽകാൻ പറ്റിയില്ലേ? അല്ല, ഇവിടെ അഭിലാഷ് പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഞാനിതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനിവിടെ പറഞ്ഞത് 2021 അവർ അധികാരത്തിലേറി. BJPയെ സംബന്ധിച്ച് തുടർച്ചയായി തോൽക്കുന്ന UDF സ്വാഭാവികമായിട്ട് ശിഥിലമാവുമെന്ന് അവർ കരുതും. CPM-ന് പിണറായി വിജയന് തുടർഭരണങ്ങളും ലഭിക്കും. ഇതാണ് ഇവർ തമ്മിൽ ഐക്യപ്പെടുന്ന ഒരു തലം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് നടന്ന ഈ EP ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായ ഇപ്പോൾ പറയപ്പെടുന്ന എല്ലാ വിവാദങ്ങളും. രണ്ടാം പിണറായി ഭരണത്തിൽ സ്വാഭാവികമായിട്ട് BJP കേന്ദ്ര ഭരണത്തിൻ്റെ ചില പകപോക്കൽ സമീപനങ്ങൾ പിണറായി വിജയൻ്റെ ദൗർബല്യങ്ങൾക്ക് നേരെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് EP ജയരാജൻ. നിങ്ങൾ ഓർത്തു നോക്കുക അഭിലാഷേ, ഈ ജാവ്ദേക്കർ എന്നൊരു നേതാവ് UDF കൺവീനറുടെ വീട്ടിലാണ് വന്ന് സംസാരിച്ച് ചായ കുടിച്ച് പിരിഞ്ഞതെങ്കിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പുകിലുണ്ടാവും? ഈ പറഞ്ഞ EP ജയരാജൻ ഗോവിന്ദൻ്റെ ജാഥ നടക്കുമ്പോൾ തൃശ്ശൂർ വരെ അതിൽ പങ്കെടുക്കാതെ എറണാകുളത്ത് വിവാദ ദല്ലാളിൻ്റെ അമ്മയുടെ പിറന്നാളിൽ പങ്കെടുത്താണ്. ആ ദല്ലാളിൻ്റെ കൂടെയാണല്ലോ ജാവ്ദേക്കറേയും കണ്ടത്. ഇന്ന് നടക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾ നോക്കുക. തൃശ്ശൂരിൽ പൂരം ബോധപൂർവം കലക്കി സുരേഷ് ഗോപിക്ക് നായകനായി അവതരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ്റെ പോലീസാണ് എന്നാണ് അവരുടെ MLA തന്നെ വെളിപ്പെടുത്തിയത്. ഇതൊക്കെ വെറുതെ നടക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോലീസിന് തോന്നിയ മാതിരിയൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്നൊരു ബാന്ധവമുണ്ട്. ഇടക്കാലത്ത് ജയരാജൻ അതിൽ പങ്കുവഹിച്ചു. പക്ഷേ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് കൈയടക്കത്തോടുകൂടി നിർവഹിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം അനാവൃതനായി അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ടിൽ നിന്ന് നിരാമയ റിട്രീറ്റ് എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാപനവുമായിട്ട് പങ്കാളിത്തത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ജയരാജന് ഈ കളവൊക്കെ മൂടിവെച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ മെല്ലെ എടുത്ത് മാറ്റിവെക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിൽ യാതൊരു രാഷ്ട്രീയമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം, ഇവിടെ K. സുധാകരൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം സംഘടനാ കോൺഗ്രസ് ആയ കാലത്താണ്. സംഘടനാ കോൺഗ്രസും CPM-ഉം ഈ പറഞ്ഞ ജനതാ പാർട്ടിയും ജനസംഘവും ഒക്കെ ഒരുമിച്ച് പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കഥകളെ നിങ്ങൾ ഇന്നുമായിട്ട് കൂട്ടി വായിക്കേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ EP ജയരാജന്റെ പാപമാണ് പാർട്ടിയുടെ പ്രശ്നമെങ്കിൽ എന്തായിരിക്കും പാപ പരിഹാരം? ഇപ്പോൾ EP ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം പല ക്രൈസിസ് ഘട്ടങ്ങളിലും പാർട്ടിയുടെ നെടുന്തൂണായി നിന്ന നേതാവാണ്. 90-കളിൽ RSS-ഉമായി വലിയ കലുഷിതമായ സാഹചര്യം ഉണ്ടായപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പലതവണ വധശ്രമത്തെ നേരിട്ടു, വെടിയേറ്റു, ബോംബേറ് കൊണ്ടു. പിന്നെ പാർട്ടിക്ക് പൈസ വേണ്ടപ്പോൾ, ദേശാഭിമാനിക്ക് പൈസ വേണ്ടപ്പോഴൊക്കെ ഫണ്ട് റൈസറായി നിന്നു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടേക്ക് നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ നേതൃശേഷി എന്തായാലും പാർട്ടിക്ക് വേണ്ടി ആ നിലയ്ക്ക് നിന്നിട്ടുള്ള പിണറായി വിജയന്റെ അത്ര വിശ്വസ്തനായ പിണറായി വിജയന്റെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു സാധ്യത ചാൻസ് കൊടുക്കില്ലേ പാർട്ടി? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് അത്ര കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അത്ര ഇമ്പ്രസീവായിട്ട് കാണില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് MV ഗോവിന്ദനും EP ജയരാജനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ മൂപ്പിളമ തർക്കം എന്ന് പറയും. കാരണം ഗോവിന്ദൻ താരതമ്യേന
കുറച്ചുകൂടി ജൂനിയറാണ്, രണ്ടുപേരും കണ്ണൂർക്കാരാണ്. ആദ്യം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത് ഇ പി ജയരാജനാണ്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയാലാണ് ഗോവിന്ദൻ. ആദ്യം സെക്രട്ടേറിയറ്റിൽ വന്നത് ജയരാജനാണ്, പിന്നീട് സെക്രട്ടേറിയറ്റിൽ വന്ന ആളാണ് ഗോവിന്ദൻ. ആദ്യം മന്ത്രിയായ ആൾ ജയരാജനാണ്, പിന്നീട് മന്ത്രിയായ ആളാണ് ഗോവിന്ദൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് നിന്ന് ഇല്ലാതാവുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. പാർട്ടിയുടെ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു, വിവേകപൂർണ്ണമായ തീരുമാനമായിരുന്നു. പാർട്ടി സെക്രട്ടറി ആകേണ്ടത് ഗോവിന്ദൻ മാഷ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അന്നുണ്ടായ ചർച്ചയിൽ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു തന്നെയാണ്. പക്ഷേ ഇ പി ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി മറികടന്ന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഗോവിന്ദനെ കൊണ്ടുവന്നു. രണ്ടുപേരും എം വി രാഘവൻ്റെ സിൽബന്ധികളായിരുന്നു. അതും വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. പാർട്ടി പിളർന്നപ്പോൾ രണ്ടുപേരും മാതൃസംഘടനയിൽ നിന്നും എം വി രാഘവനോട് CMPയിലേക്ക് പോയില്ല. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോവിന്ദൻ കുറേ കാലം രാഘവൻ്റെ ആളായിട്ട് പിന്നെ തുടർന്നു. അതിന് ശേഷമാണ് പാർട്ടി മാതൃസംഘടനയിലേക്ക് വന്നത്. ജയരാജൻ ആദ്യം മുതൽ തന്നെ പാർട്ടിയുടെ കൂടെ നിന്ന ആളാണ്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ വളരെ പണ്ട് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ മൂപ്പളമ തർക്കമുണ്ട്. ഗോവിന്ദനെ ഒരു സെക്രട്ടറി ആയിട്ട് അംഗീകരിക്കാൻ ജയരാജൻ സന്നദ്ധമല്ല. അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഗോപാലകൃഷ്ണനും നൗഷാദിലും സൂചിപ്പിച്ച കാര്യം മാത്രമല്ല, അതിൽ വേറൊരു ഉപനാടകം കൂടിയുണ്ട്. ഈ ഗോവിന്ദൻ മാഷിൻ്റെ കാസർഗോഡ് നിന്നുള്ള യാത്ര ആരംഭിച്ച് അത് തൃശ്ശൂർ എത്തുന്നവരെന്നല്ല, അദ്ദേഹം തീരെ അതുമായിട്ട് നിസ്സഹരിച്ചു. പിന്നെ അത് വലിയ വിവാദമായതിനു ശേഷമാണ് പുള്ളി ഒന്ന് മുഖം കാണിച്ചു പോയി. ഇതിന് തൊട്ട് ശേഷം മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. അത് കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ സംഘടന, എനിക്കൊണ്ട് കിസാൻ സഭ എന്ന് പറഞ്ഞാണ് എൻ്റെ പേര്. ഈ അഖിലേന്ത്യാ സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ഇ പി ജയരാജൻ്റെ തട്ടകമാണ് തൃശ്ശൂർ. അദ്ദേഹം ജനിച്ചു വളർന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയൊക്കെ കണ്ണൂരാണെങ്കിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഈ സമീപകാലത്ത് മരിച്ചുപോയ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രമുഖ നേതാവ് ബിന്നി ഇമ്മട്ടി ജയരാജൻ്റെ ഒരു വലിയ കയ്യാളായിരുന്നു. എവിടെ ഇമ്മട്ടി ഉണ്ടോ അവിടെ ജയരാജനുണ്ട്, എവിടെ ജയരാജനുണ്ടോ അവിടെ ഇമ്മട്ടിയുണ്ട്. ഗോപാലകൃഷ്ണൻ കൂടുതൽ നന്നായിട്ട് അറിയാം. തൃശ്ശൂരെ ഒരു സജീവ സാന്നിധ്യമാണ്. കാരണം ജയരാജൻ കുറച്ച് കാലം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല വഹിച്ചു. MA ബേബി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല വഹിച്ച പോലെ അഡ്വോക്ക് കമ്മിറ്റിയായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു. ആ സമയത്താണ് ഈ തൃശ്ശൂർ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടാകുന്നത്. ബിന്നി ഇമ്മട്ടിയെ പോലുള്ള ആൾക്കാരായിട്ട് വലിയ കൂട്ടാവും. തൃശ്ശൂർ വച്ച് ഈ വലിയ അഖിലേന്ത്യാ സമ്മേളനം നടത്തപ്പോൾ അതിൻ്റെ പോസ്റ്ററിലോ നോട്ടീസിലോ അല്ലെങ്കിൽ കാര്യപരിപാടിയിലോ ഒരു സ്ഥലത്തും എം വി ഗോവിന്ദൻ്റെ പേരോ പടമോ ഉണ്ടായിരുന്നില്ല. എം വി ഗോവിന്ദനാണ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് ആ നോട്ടീസ് വായിച്ച ആർക്കും മനസ്സിലാവില്ല. അത്രയധികം അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ സ്റ്റേജിൽ ഒരു സമയത്തും ഗോവിന്ദനെ കയറ്റിയതുമില്ല. ഇത് ഉണ്ടായ സംഭവമാണ്. അങ്ങനെ ഗോവിന്ദനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി. ഏറ്റവും കുറഞ്ഞത് കർഷക സംഘത്തിൻ്റെ സ്റ്റേജിലെങ്കിലും ഇദ്ദേഹത്തെ കയറ്റിയില്ല എന്നൊരു ചാരിതാർത്ഥ്യം ജയരാജന് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പകരം വീട്ടിൽ കൂടി ഇതിനകത്തുണ്ട് എന്ന് വിചാരിക്കാം. ഈ LDF കൺവീനർ ആലങ്കാരിക പദവിയാണ്. മാത്രമല്ല ഇദ്ദേഹം ആ ദിവസം ജാവദേക്കറുമായിട്ട് ചർച്ച ചെയ്തത് പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കി. അത് CPM അണികളുടെ ഇടയിൽ, പാർട്ടി സഹയാത്രികരുടെ ഇടയിൽ, അനുഭാവികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വിപരീത വികാരമുണ്ടാക്കി. അല്ലെങ്കിലും തോൽക്കുമായിരുന്നു, അത് വേറെ കാര്യം. ആ തോൽവിക്ക് ആക്കം കൂട്ടി എന്ന് പറയാം. താത്വികമായിട്ട് ശരിയാണ്. പക്ഷേ അല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ അടുത്തതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു. അദ്ദേഹത്തോട് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനോ ഇ പി ജയരാജൻ ഇങ്ങനെ തുടരുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ അതൃപ്തിയുണ്ട്. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു. ഇതുപോലെ ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചുകൂട്ടി, പരസ്യ വിചാരണ ചെയ്ത് അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആണിയടിച്ച് അതിനുശേഷം വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തെ അപമാനിക്കേണ്ടിയിരുന്നില്ല. മാത്രമല്ല ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. വൈകുന്നേരം 4 മണിക്കാണല്ലോ ഈ തീരുമാനം വന്നത്. കാലത്ത് 8 മണി മുതൽക്ക് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? ഒന്ന് ആലോചിച്ച് നോക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന എത്ര മുതിർന്ന നേതാക്കന്മാരാണ്, എത്രയോ സീനിയറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വാർത്ത കാലത്ത് തന്നെ ചോർത്തി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇ പി ജയരാജൻ്റെ പേരിൽ നടപടി ഉണ്ടാകും എന്ന് അറിയിച്ച് അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തി. അപ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. കാരണം ഇ പി ജയരാജനെ പോലെ സീനിയറായിട്ടുള്ളൊരു നേതാവ് വെടികൊണ്ട എന്ന് ഇവിടെ പറഞ്ഞല്ലോ, അതിൽ യാഥാർത്ഥ്യമുണ്ട്. വെടികൊള്ളലടക്കം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ലാത്തി ചാർജ് അനുഭവിച്ച, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത് പണം വാങ്ങിയത് ജയരാജനാണെങ്കിലും ജയരാജൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല പണം വാങ്ങിയത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം വാങ്ങിയത് തെറ്റാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി. ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം 1-ാമത്തെ പേരിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെയൊക്കെ പഴയ അവസാനം ജയരാജൻ കേൾക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെയൊക്കെ ഗുണം പാർട്ടി അനുഭവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നേതാവിനോട് കുറച്ചുകൂടി മാന്യമായ ഒരു സമീപനം പുലർത്താമായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ഈ ജയരാജൻ്റെ ഒരു ആരാധകനേ അല്ല.
അറിയാലോ. തീർച്ചയായും എനിക്കൊരു പക്ഷേ ഇടവേള ജയരാജനോട് അത്യാവശ്യമാണ്. പാർട്ടി ചെയ്തത് ശരിയായില്ല. ഇപ്പൊ ശരി. ഈവൻ ഹിറ്റ്ലർ പോലും അഭിലാഷ് ഒരു ഓക്കേ, സെക്കൻഡ്, ഓക്കേ. ആ. ഹിറ്റ്ലർ പോലും ഒരു വിയോജിപ്പുള്ള ആളോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. ഇപ്പോൾ ഇർവിൻ റോമലിനെ കുറ്റക്കാരനെന്ന് കണ്ടിട്ട് ഹിറ്റ്ലർ 2 ഓപ്ഷൻ കൊടുത്തു. ഒന്ന് റോമലിന് ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ റോമലിനെ പട്ടാള കോടതി വിചാരണ ചെയ്ത് വെടിവെച്ചു പോലും. അപ്പോൾ ഈ റോമൽ വിഷം കഴിച്ച ആത്മഹത്യ. അപ്പോൾ റോമലിന് കൊടുത്ത ഒരു ചാൻസ് പോലും നമ്മളെ പാവപ്പെട്ട ജയരാജന് കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി. ശരി, ഓക്കെ, ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കേരളത്തിൻ്റെ പ്രഭാരി കേരളത്തിൽ വരുമ്പോൾ കേരള ഘടകമാണല്ലോ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക. മാതൃഭൂമി ന്യൂസിന് തന്നെ എക്സ്ക്ലൂസീവായി കിട്ടിയിട്ടുള്ള വിഷ്വലുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രകാശ് ജാവ്ദേക്കർ വന്നിറങ്ങുന്നു. അദ്ദേഹം ഒരു സ്വകാര്യ കാറിലാണ്. സാധാരണ നിലയിൽ മാരാർജി ഭവനിൽ ഒരു കാർ അയച്ച് അദ്ദേഹത്തെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് കൂട്ടുകയാണ് ചെയ്യുക. ഇതങ്ങനെയല്ല. ഒരു സ്വകാര്യ കാറിൽ പാർട്ടിയുടെ യാതൊരു ബന്ധുക്കളും അടുത്തില്ല. ഈ കംപ്ലൈൻറ്റ് കുമാറിൻ്റെ കൂടെ, അദ്ദേഹം പ്രസിദ്ധനോ കുപ്രസിദ്ധനോ ഒക്കെ ആണല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് നേരെ ഇ പി ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. തുടർന്നാണ് ഈ ബാക്കി സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ഭസ്മാസുരന് വരം കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യം ഇ പി ജയരാജനെ സംബന്ധിച്ച് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, പ്രകാശ് ജാവ്ദേക്കർ ഒരു സീക്രട്ട് മിഷനുമായിട്ടാണല്ലോ എന്തായാലും ഇ പി ജയരാജനെ സമീപിച്ചിട്ടുണ്ടാവുക. അല്ലാതെ വെറുതെ പോയ വഴി ചായ കുടിച്ചതല്ലോ. കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഇ പി ജയരാജനെ, LDFന്റെ കൺവീനറെ, കേരളത്തിന്റെ BJP പ്രഭാരി സമീപിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് മാറിയിരിക്കുന്നത്. എന്താണ് ജയരാജനെ സംബന്ധിക്കുന്ന ഒരു BJP പ്ലാൻ? ആഗ്രഹമുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ രാവിലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇ പി ജയരാജനെ പോലെയുള്ള ഒരു നേതാവിനെ താങ്ങാനുള്ള ശേഷി കേരളത്തിലെ BJPക്കുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യം സൂചിപ്പിച്ചതിന് ശേഷം ഞാനത് പറയാം. കാരണം അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ അവസാനിപ്പിക്കും. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഈ പിണറായി വിജയൻ്റെ ഒരു ഭാഷയുണ്ടായിരുന്നു. ഈ ജാവേദ്കർ ഇ പി ജയരാജനെ കണ്ടപ്പോൾ അദ്ദേഹം പാപിയുടെയും ശിവൻ്റെയും കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു അന്ന്. അതായത് നേരം വെളുത്ത് രാവിലെ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ ആരെ വഞ്ചിക്കണം, ആരെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എഴുന്നേൽക്കുന്ന ചിലരുണ്ട്. യാതൊരു സംശയവുമില്ല. ഞാൻ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറയുകയാണ്, നേരം വെളുത്ത് രാവിലെ ഈ MV ഗോവിന്ദൻ ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെ ഇ പി ജയരാജനെ ചതിച്ച്, എന്തൊരു കഷ്ടം. ഞാൻ പിണറായി വിജയൻ്റെ ഭാഷയിൽ നിന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, രാവിലെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന MV ഗോവിന്ദന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എങ്ങനെ ഇ പി ജയരാജനെ ചതിക്കണം, വഞ്ചിക്കണം, പുറത്താക്കണം. ഇതാണ് ഈ MV ഗോവിന്ദൻ രാവിലെ എഴുന്നേറ്റാൽ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പല പ്രശ്നങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ശരിയാ, ഇപ്പോൾ ഒരു സ്പിൻ ബൗളിൽ ഒന്നാന്തരം ബൗൾ ചെയ്തു. ആ സ്പിൻ ബോളിങ്ങിൽ MV ഗോവിന്ദൻ ഇ പി ജയരാജനെ വെട്ടി, അല്ലെങ്കിൽ ഇ പി ജയരാജനെ ക്ലീനായിട്ട് ഔട്ടാക്കി. പക്ഷെ വരാൻ പോകുന്നത് അടുത്തത് ബാറ്റ്സ്മാനാണ്. MV ജയരാജൻ അസലായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്. എന്താണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? അത് ജാവേദ്കർ കണ്ടതിൻ്റെ പേരിലാണോ അതോ BJPയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണോ എന്നുള്ളത് MV ജയരാജൻ വളരെ കൃത്യമായി ആ കാര്യം വ്യക്തമാക്കും സമീപകാലത്ത് എന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഇ പി ജയരാജൻ വളരെ കൃത്യമായി അയാൾ നല്ല ഒന്നാന്തരം ബാറ്റ്സ്മാനാണ്. ഈ സ്പിന്നിൽ അയാളെ ഔട്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അയാൾ വരാൻ പോവുക ഈ CPM നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ കുറെ പിന്നെ കളിക്കാൻ പറ്റില്ലല്ലോ. രണ്ടാം ഇന്നിംഗ്സിലാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ രണ്ടാം ഇന്നിംഗ്സിൽ ഇ പി ജയരാജൻ ബാറ്റ് ചെയ്യുന്നത് ഏത് ക്രീസിലായിരിക്കും എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല നിങ്ങളെ ക്രിക്കറ്റ് കളി അറിയാത്തവരെ സംസാരിക്കല്ലോ. ഒരു ടീം ഗോവിന്ദന്റെ മനോഹരമായ ഒരു സ്പിൻ ബോളിൽ ഇ പി ജയരാജൻ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ബാറ്റ് ചെയ്യാൻ പറ്റില്ല. ടെസ്റ്റ് ആണെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാം. അത് ഏത് ക്രീസിലാണ് എന്നുള്ളതാണ് എന്റെ സംശയം. അതെ, ഞാൻ പറയട്ടെ, അതൊരു 20-20 മത്സരമാണെന്ന് വിചാരിച്ചോളൂ. ബൗൾ ചെയ്ത് വെളിയിൽ പോകുന്ന ആളുകൾ പിന്നെ അവരുടെ കളിയിൽ ബാറ്റ് ചെയ്ത് വെളിയിൽ വരും. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് അപ്പം അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയ വിശകലനം നന്നായി ചെയ്യുന്ന ആളാണ് ജയശങ്കർ. ഈ ജയശങ്കറും ഞാനും തമ്മിലൊരു ചർച്ചയുണ്ടായിരുന്നു. അന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ കണ്ണൂരിൽ ഇലക്ഷനിൽ നിർത്തി. അന്ന് ഞാനും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയശങ്കറും ഒക്കെ ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട്,
വടകരയിൽ അല്ല, കണ്ണൂരിലെ കണ്ണൂരിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ വടകരയിൽ മത്സരിച്ചു 2019 ലോക്സഭയിൽ. അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ജയശങ്കറിനോട് ഞാൻ പറഞ്ഞു, ജയശങ്കറിന് ഓർമ്മിക്കേണ്ടാവെന്ന് വിചാരിക്കുന്നു, ഈ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും അയാൾ പാർട്ടി സെക്രട്ടറി ആവില്ല, ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ പറഞ്ഞു. അതേപോലെ സംഭവിച്ചു സുഹൃത്തെ. മറ്റു പല ആളുകളെയും തിരിച്ചു കൊണ്ടുവന്നു, പക്ഷേ ജയരാജനെ കൊണ്ടുവന്നില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു ബൗളിംഗ് തന്നെയായിരുന്നു, അങ്ങനെ ഔട്ടാക്കിയതാണ്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് MV ഗോവിന്ദൻ ഇപ്പോൾ EP ജയരാജനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ MV ഗോവിന്ദൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ അധിക കാലം ഒന്നും താമസമില്ല. അതിശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ, അതിശക്തമായ പൊട്ടിത്തെറിയുടെ വക്കിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരും അറിയാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജാവേദ്കറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ BJPയുടെ ഉന്നത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാനടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാന്യതയും മര്യാദയുമുള്ള ഞങ്ങളെ അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ EP ജയരാജൻ BJPയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ജയശങ്കർ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. അതൊക്കെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പക്ഷേ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരെ വഞ്ചിക്കണം എന്ന് ആലോചിച്ച് എഴുന്നേൽക്കുന്ന നന്ദകുമാറിന്റെ പാലം അതിനെന്താണ്? നിങ്ങൾക്ക് EP ജയരാജനെ കാണണമെങ്കിൽ നേരിട്ട് പോയി കണ്ടാൽ പോരെ. ജാവ്ദേക്കർ അറിയപ്പെടുന്ന ഒരു നേതാവല്ലേ, ഫോൺ എടുത്ത് വിളിച്ചിട്ട് ജയരാജ ഞാൻ ജാവ്ദേക്കറാണ്, കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ. നിങ്ങൾക്കിടയിൽ പാലമായി ഈ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റാൽ ആരെ വഞ്ചിക്കണമെന്ന് ആലോചിക്കുന്ന ഒരാൾ എങ്ങനെ വരുന്നു? മഹിള അഭിലാഷ് മോഹനം മറന്നു പോകരുത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യൻ, അയാളുടെ പേരെന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഈ നന്ദകുമാർ സീരീസ് ഓഫ് പത്രസമ്മേളനം നടത്തി. ആര് പറഞ്ഞിട്ടാണ് നടത്തിയത്? അയാളാണ് ഈ വിഷയത്തിൽ ഈ EP ജയരാജൻ്റെ പല കാര്യവും രംഗത്ത് കൊണ്ടുവന്നയാൾ ഈ നന്ദകുമാറാണ്. ഈ നന്ദകുമാർ ആരുടെ സുഹൃത്താ? ഈ നന്ദകുമാറിനെയും കൂട്ടി EP ജയരാജൻ ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്? ഈ EP ജയരാജൻ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം എന്താ നിങ്ങൾക്കറിയില്ലേ? ഇയാൾ നടത്തിയുള്ള പത്രസമ്മേളനം EP ജയരാജൻ പറയാതെയാണുള്ളത്. പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ വരുമ്പോ കാറും കൊണ്ട് കാത്തു നിൽക്കുന്നത്. ജാവ്ദേക്കർ ഇറങ്ങുന്നു, നന്ദകുമാർ വരുന്നു, നന്ദകുമാർ ജാവ്ദേക്കർ കൂടി കാറിൽ പോകുന്നു. നിങ്ങളെല്ലാവരും അതിൽ അന്ധരാണ്, അല്ലെങ്കിൽ കാണാൻ എന്ത് സംഭവിക്കുന്നു അറിയാൻ നിൽക്കാണ്. കേരളത്തിലെ പ്രഭാരിയെ നിയന്ത്രിക്കുന്ന ആൾ, താങ്കൾക്ക് പേര് പറയാനൊക്കെ മടിയുണ്ടാവും, പക്ഷെ അദ്ദേഹം അല്ലേ ഇതിന്റെ ഒക്കെ ഇടനിലക്കാരൻ. നിങ്ങൾക്ക് എന്തിനാണ് ഇടനില എന്നുള്ളതാണ് എന്റെ ചോദ്യം. അഭിലാഷ് നിങ്ങൾ ഈ വിഷയം എങ്ങനെ മാറ്റി ജാവേദ്കറുടെ തലയിലേക്കൊന്നും വെക്കണ്ട. വിഷയം വളരെ കൃത്യമാണെന്ന്. എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കൂ, ഞാനായിട്ട് സ്വയം പുറത്താവില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് പുറത്താക്കിത്താ എന്ന് പറഞ്ഞിട്ടാണ് EP ജയരാജൻ നിന്നത്. അത് രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു സംസ്ഥാന സമിതിയിൽ നിന്ന് പകുതി സമയത്ത് ഇറങ്ങിപ്പോവുക. ഇതാ ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് കടന്നു നോക്കിയിട്ടുമില്ല, നടക്കട്ടെ എല്ലാം എന്ന് പറഞ്ഞ് എന്താ കാരണം? അദ്ദേഹം രണ്ടും കൽപ്പിച്ചുറപ്പിച്ചിട്ടാണ് ജാവേദ്കറെ കൊണ്ടുവന്ന്. ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. ഈ EP ജയരാജൻ CPM-ന്റെ ഉള്ളിലത്തെ അതിശക്തമായ ഗ്രൂപ്പ് വഴക്കിന്റെ ഒരു രക്തസാക്ഷിയായി ഇപ്പൊ മാറിയിരിക്കുക. ഇപ്പൊ EP ജയരാജൻ രക്തസാക്ഷി ആവുന്നതോടുകൂടി, അല്ലെങ്കിൽ EP ജയരാജനെ പുറത്താക്കുന്നതോടുകൂടി ഇനി പല സാധനവും വെളിവരും. അപ്പോൾ പിണറായിക്കെതിരെയും MV ഗോവിന്ദനെതിരെയും വളരെ കൂടുതൽ വിഷമിച്ച് നിൽക്കുന്ന വലിയ വലിയ നേതാക്കന്മാരുടെ സമീപനമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ കാണും. ഡോക്ടർ ജയരാജ്, ഇവിടെ രണ്ടും കൽപ്പിച്ചാണ് EP ജയരാജൻ എന്ന് പറയുന്നു BJP. ആയിക്കൂടെ? നമ്മൾ EP ജയരാജന്റെ രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. വിഭാഗീയതയുടെ കാലത്ത് പിണറായി വിജയൻ കോർണർ ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ താങ്കൾ തന്നെ നേരത്തെ ഉപയോഗിച്ച വേർഡിൽ ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്നാണ്, പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ നവകേരള യാത്ര 2009 നടക്കുമ്പോഴാണ് CBI അദ്ദേഹത്തെ SNC ലാവ്ലിൻ കേസിൽ പ്രതിയാക്കുന്നത്. അന്ന് പിണറായി വിജയന്റെ നാക്കായി അദ്ദേഹത്തിന് എതിരെ വരുന്ന സകല ആരോപണങ്ങളെയും തകർക്കുന്ന പരിചയമായി നിന്നത് EP ജയരാജനല്ലേ? ഓർക്കുന്നില്ലേ ആ പ്രസംഗം? പോടാ പുല്ലേ CBI രോമത്തിൽ തൊടില്ല എന്ന് പ്രഖ്യാപിച്ചത് ഓർക്കുന്നില്ലേ? ആ EP ജയരാജനാണ് ഇന്ന് വ്രണിത ഹൃദയനായി കണ്ണൂരിലേക്ക് കീച്ചേരിയിലേക്ക് തിരികെ പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി കയ്യും കെട്ടി ശിഷ്ടകാലം രാമായണം വായിച്ചിരിക്കുന്നു നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? രാമായണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിനകത്ത് ഈ ഗോപാലകൃഷ്ണൻ, എല്ലാ ബഹുമാനത്തോടു കൂടിയും ശ്രീ ബി ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയാനുള്ളത്,
ഗോപാലകൃഷ്ണൻ CPM-ൻ്റെ പാർട്ടിയുടെ ഘടന എന്താണെന്ന് അറിയത്തില്ല, ആ പാർട്ടിയിൽ നടക്കുന്ന ചർച്ച എന്താണെന്ന് അറിയത്തില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല അത്. കാര്യം അവരുടെ റേഡിയോ പോലെ മേളിൽ നിന്നിങ്ങോട്ട് കെട്ടിയിറക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നൊരു പാർട്ടിയൊന്നുമല്ല. ഇവിടെ ജനാധിപത്യപരമായിട്ട് ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ഊഹാപോഹങ്ങൾ ഇങ്ങനെ പറയുന്നത്. അതിനകത്ത് നടക്കുന്ന എന്താണ്, ഏതെല്ലാം രീതിയിലാണ് ചർച്ചകൾ നടത്തുന്നത്, തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് മറുപടി പറയുന്നത്, താഴെ ബ്രാഞ്ചുകളിൽ നിന്ന് എങ്ങനെ ചർച്ച നടക്കുന്നു, അത് ലോക്കലിൽ എങ്ങനെ എത്തുന്നു, അതിനുശേഷം ഏരിയ കമ്മിറ്റിയിൽ എങ്ങനെ വരുന്നു, ജില്ലാ കമ്മിറ്റിയിൽ എങ്ങനെ വരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റിൽ എങ്ങനെ വരുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ എങ്ങനെ വരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെല്ലാം ചർച്ചകളാണ് നടക്കുന്നത്, സെൻട്രൽ കമ്മിറ്റിയിൽ എന്ത് നടക്കുന്നു, പോളിറ്റ് ബ്യൂറോയിൽ എന്ത് നടക്കുന്നു എന്നൊന്നും അറിയാതെ സർസംഘചാലകം പറയുന്നത് തൊള്ളതൊടാതെ വിഴുങ്ങുന്നൊരു പാർട്ടിയൊന്നും അല്ല CPM. അത് അഡ്വക്കേറ്റ് ജയശങ്കറും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ KP നൗഷാദ് അലിയോട് എനിക്ക് പറയാനുള്ളത്, പഴയ ബാന്ധവമൊന്നും മറക്കരുത്. PP മുകുന്ദനുമായി ചേർന്ന് K കരുണാകരൻ നടത്തിയ വോട്ട് കച്ചവടം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുന്ന കച്ചവടമാണ് RSSഉം PP മുകുന്ദനും പിന്നീട് ഈ K കരുണാകരനും കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം പിന്നീട് കോലീബി സഖ്യം ഉണ്ടാക്കി അഡ്വക്കേറ്റ് രഘുനാഥ് സിംഗിനെ മത്സരിപ്പിച്ചപ്പോൾ. ഇതെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നീട് കൃത്രിമമായിട്ട് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ അറിയാം, തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തുന്ന രീതികൾ, SDPI പോലെയുള്ള പാർട്ടിയുമായിട്ടുള്ള അനുനയങ്ങൾ, കോൺഗ്രസിൻ്റെ അനുനയങ്ങൾ, ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ TN പ്രതാപൻ്റെ വോട്ട് മാത്രം നോക്കിയാൽ മതി. 78,000 വോട്ട് എവിടെ പോയി? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ആരെയാണിത് മറയ്ക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ മറയ്ക്കുന്നത്? എത്രയൊക്കെ നിങ്ങൾ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ചാലും സത്യം തെളിഞ്ഞു തന്നെ വരും. സ്വർണ്ണപാത്രം കൊണ്ട് കമത്തി വെച്ചാലും വെളിച്ചം തെളിച്ച് തന്നെ കത്തുമെന്നുള്ളത് പറഞ്ഞത് കണക്കുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തികളും ചെയ്തികളും BJPയുടെ പ്രവർത്തികളും ചെയ്തികളും കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായിട്ട് സുവർണ്ണ ലിപികളിൽ തന്നെ രചിച്ച് വെച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിലാണോ സ്ഥാനം, ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണോ സ്ഥാനം എന്നൊക്കെ നമുക്ക് ഇനി പരിശോധിച്ചറിയാനുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തിപരമായ തർക്കങ്ങളും ഈഗോകളും വിഷയങ്ങളും ഒക്കെ ആണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ. EP ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പോരാളിയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം കൂടെ പറയൂ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂപ്പിളമ തർക്കമൊക്കെ ഇവിടെ പറയുണ്ടായി. അതാണ് എനിക്ക് പറയാനുള്ളത്. മൂപ്പിളമ തർക്കയുടെ കാര്യം പറയുമ്പോൾ PK ചന്ദ്രാനന്ദനെ പോലെയുള്ള സീനിയറായിട്ടൊരു നേതാവ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളപ്പോഴാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി വരെ ആവുന്നത്. PK ചന്ദ്രാനന്ദൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. പുനപ്ര വയലാർ സമരത്തിൽ നേതൃത്വം വഹിച്ച PK ചന്ദ്രാനന്ദൻ പോലുള്ള സീനിയർ മെമ്പറുള്ളപ്പോൾ. അപ്പോൾ സീനിയോറിറ്റി ജൂനിയോറിറ്റി എന്നും ഇതിനകത്ത് വിഷയമൊന്നുമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. ശരി, ഓക്കെ ശരി. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ EP ജയരാജൻ അദ്ദേഹത്തിന്റെ പോരാട്ടം അവസാനിപ്പിച്ച് രാഷ്ട്രീയമായ റിട്ടയർമെന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? EP ജയരാജൻ പല പ്രതിസന്ധികൾ നേരിട്ട നേതാവാണ്. ക്ലോസ് റേഞ്ചിലാണ് അന്ന് വിക്രം ജാലിൽ ശശിയും പേട്ട ദിനേശനും കൂടി ഇദ്ദേഹത്തെ ആക്രമിച്ച് വെടിവെക്കുന്നത്. അന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ഈ ജയകൃഷ്ണൻ മാഷൊക്കെ മരിക്കുന്ന ആ സംഘർഷകാലത്ത് തുടർച്ചയായി EP ജയരാജനെതിരെ ബോംബേർ ഉണ്ടാകുന്നു. കാറിന്റെ മുകളിൽ ബോംബ് വീണ് പൊട്ടാതിരുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായ 2 വർഷങ്ങളിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന ഒരു നേതാവ് പാർട്ടിക്കകത്തെ ഈഗോ പ്രശ്നങ്ങളിൽ മനമെടുത്ത് രാഷ്ട്രീയമായി റിട്ടയർ ചെയ്യാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരും. അദ്ദേഹം BJPയിലോ കോൺഗ്രസ്സിലോ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ ചേരാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഒരാളല്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MV രാഘവൻ്റെ ഒരു കയ്യാളായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. രാഘവനുമായിട്ട് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും അടുപ്പമുള്ള ആളായിരുന്നു. പക്ഷേ പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്നു. അദ്ദേഹം CMPയിൽ പോയില്ല. പിന്നീട് അദ്ദേഹത്തോട് രാഷ്ട്രീയ ഗുരുനാഥനായ MV രാഘവനെതിരെ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. അഴീക്കോട് അദ്ദേഹം മത്സരിച്ചു. ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് ഇദ്ദേഹം VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പുകാരനായിരുന്നു. നമ്മൾ കാണുന്നത് പിണറായി ഗ്രൂപ്പുകാരനായ ഒരു ജയരാജനേ ഉള്ളൂ. അല്ല, അദ്ദേഹം നമ്മുടെ VSൻ്റെ ഗ്രൂപ്പുകാരനായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം വളരെയധികം പണം ചെലവഴിച്ച് ഒരു വീട് പണിഞ്ഞു എന്ന ആക്ഷേപം ഉണ്ടായപ്പോൾ VS തന്നെ കണ്ണൂർ ചെന്നിട്ട് ജയരാജനെ ന്യായീകരിച്ച് സംസാരിച്ചു. 25 ലക്ഷം രൂപയൊന്നും ഇന്നത്തെ കാലത്ത് അത്ര വലിയ സംഖ്യയൊന്നുമല്ല. സാമാന്യം നല്ലൊരു വീട് പണിയണമെങ്കിൽ അത്ര രൂപയൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജയരാജനെ ശുദ്ധീകരിച്ച ആളും കൂടിയാണ് VS. പിന്നെയാണ് അദ്ദേഹം പിണറായിയുടെ ഒരു കയ്യാളായിട്ട് മാറി. സമീപകാലത്താണ്.
ഇ പി ജയരാജൻ അല്ല നമ്മുടെ ജയരാജൻ ഒരു വലിയ പോരാളിയാണ്, യാതൊരു സംശയമില്ല. വൈകാരികമായിട്ടും അതുപോലെ കായികമായിട്ടും വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ പോരാട്ടം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ അത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യും എന്നുള്ളതല്ല. കണ്ണൂർ പാർട്ടിക്കകത്ത് നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് പല ഒറ്റക്കേൾവിയിൽ എല്ലാവരും പിണറായി ഗ്രൂപ്പുകാരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് വിഭാഗീയത ഇല്ല എന്ന് പറയുമ്പോഴും പല നേതാക്കന്മാരും തമ്മിൽ ആന്തരികമായ ചില സ്പർദ്ധകൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ പി ജയരാജനെ വടകരയിൽ നിർത്തിയത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് നന്നാക്കണം എന്നുള്ള ഉദ്ദേശമുണ്ടല്ല. കാരണം CB ചന്ദ്രബാബു ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായിട്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പി ജയരാജൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടായി. പി ജയരാജനെ താൽക്കാലികമായിട്ടല്ല മാറ്റിയത്, എന്നേക്കുമായിട്ട് മാറ്റുകയും അവിടെ MV ജയരാജനെ കൊണ്ടുവന്ന് സെക്രട്ടറി ആക്കുകയും ചെയ്തു. ആ ചുമതല പോലും ഏൽപ്പിക്കുകയല്ല ഇത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ ആ ജോലി രാജിവെച്ച്, സർക്കാർ ജോലി രാജിവെച്ച് കണ്ണൂരിൽ വന്ന് ജില്ലാ സെക്രട്ടറി അവിടെ ചെയ്തു. അപ്പോൾ പി ജയരാജനെ മാറ്റുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായ ലക്ഷ്യം. പി ജയരാജൻ പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം വേറെ. പി ജയരാജൻ തോറ്റുപോവുകയും ചെയ്തു. അന്നും ഈ പി ജയരാജൻ്റെ ആരാധകരും EP ജയരാജൻ്റെ ആരാധകരും തമ്മിൽ കണ്ണൂരിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കായികമായിട്ടുള്ള ഏറ്റുമുട്ടലല്ല, ആന്തരികമായ ചില അടിവലിവുകൾ ഉണ്ടായി. അതോടുകൂടിയാണ് EP ജയരാജൻ്റെ ഭാര്യ സഹോദരിയായിട്ടുള്ള ശ്രീമതി ടീച്ചർ കണ്ണൂരിൽ വലിയ വ്യത്യാസത്തിൽ തോറ്റത്. സുധാകരൻ പോലും അന്തം വിട്ടുപോയി. കാരണം അദ്ദേഹത്തിന് ഇത്ര ഭൂരിപക്ഷം കിട്ടുന്ന അദ്ദേഹം തന്നെ വിചാരിച്ചില്ല. അദ്ദേഹം നെടുകയും കുറുകയും കോണോട് കോണായിട്ട് കൂട്ടിയിടേണ്ട 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സങ്കല്പിക്കാവുന്നതിലും കൂടുതൽ വോട്ട് കിട്ടി എന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള അടിവലിവുകളും രാഷ്ട്രീയത്തിലുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം പോലും ഏകശിലാ നിർമ്മിതമൊന്നുമല്ല. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് EP ജയരാജൻ ഇതോടുകൂടി അസ്തമിച്ചു പോയെന്നോ അദ്ദേഹം അവസാനിച്ചു എന്നോ ഒന്നും പറഞ്ഞതിൽ കാര്യമില്ല. അതേസമയത്ത് അദ്ദേഹം പാർട്ടിയെ ദുർബലമാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും കൂടുതലടി പറന്നു പോകും എന്നും വിചാരിക്കാൻ ന്യായമില്ല. യെസ്, അതാണ് നമുക്ക് സാമാന്യമായി വിചാരിക്കാൻ കഴിയും. പക്ഷേ KP നൗഷാദ് അലി ഇപ്പോൾ ഒരു നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ പദവി മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോഴും CPIM-ന്റെ പരമോന്നത സമിതിയിലെ അംഗമാണ്, കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. EP ജയരാജൻ കേരളത്തിലെ CPM-ന്റെ സീനിയർ കേന്ദ്ര കമ്മിറ്റി മെമ്പറും വർഗ ബഹുജന സംഘടനകളുടെ നേതാവുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ പൊസിഷൻ അവിടെ ഉണ്ട്. EP ജയരാജന് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒന്ന്. രണ്ട്, തിരുവനന്തപുരത്ത് വന്ന്, അദ്ദേഹം കണ്ണൂരിൽ താമസിക്കുന്നതാണ്, തിരുവനന്തപുരത്ത് വന്ന് മുന്നണി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലെ ബുദ്ധിമുട്ടുണ്ട്, അതായിരിക്കാം പരിമിതി എന്ന് MV ഗോവിന്ദൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിനെ ആ നിലയ്ക്കുള്ള അറേഞ്ച്മെന്റ് ആയിട്ടും കാണാം. അതിനപ്പുറത്ത് EP ജയരാജൻ നാളെ മുതൽ CPM അല്ലാതാവും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇവിടെ EP ജയരാജൻ CPM-ന്റെ സമുന്നത നേതാവല്ല എന്നൊരു അഭിപ്രായം ഞങ്ങളാരും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ CPM-കാർ ഇപ്പോൾ ഇവിടെ B ജയരാജൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിളി പോയി എന്ന മട്ടിലാണ്. ഒരുപക്ഷെ ഇനി ആ ഒരു അർത്ഥത്തിൽ EP ജയരാജനെ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏതായാലും MV ഗോവിന്ദനേക്കാൾ എത്രയോ ഭേദമാണ് EP ജയരാജനെന്ന് ഇവരെ രണ്ടുപേരെയും വിലയിരുത്തിയ കേരളത്തിലെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും ജനാധിപത്യ വിശ്വാസികൾക്കും പൊതുജനത്തിനുമൊക്കെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം MV ഗോവിന്ദൻ്റെയൊക്കെ ഒരു പത്രസമ്മേളനം കണ്ടാൽ ഇത് ഒരു ലോക്കൽ സെക്രട്ടറി ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമല്ലോ എന്നൊക്കെ പല ആളുകളും നമ്മളോടൊക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിരോധം വെച്ച് പറയുക എന്നുള്ള തരത്തിലെ ആളുകൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് EP ജയരാജൻ ഏതെങ്കിലും ഒരു മോശക്കാരനാണ് എന്ന മട്ടിൽ CPM ഒഴിവാക്കിയാൽ അതിലേറെ വലിയ മോശക്കാരാണ് EP ജയരാജനെ പുറത്ത് നിർത്തുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ അഭിലാഷോട് സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ചില കാപട്യങ്ങളൊക്കെ കൈയടക്കത്തോടെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും ഇംഗിതത്തിനും അനുസരിച്ചൊന്നും ചെയ്യാൻ EP ജയരാജന് കഴിയാതെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ പാളിപ്പോകുന്നു. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടും BJP കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ വളരെ മനോഹരമായിട്ട് ഡീലുകൾ ഉറപ്പിക്കുകയും കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുകയും ചെയ്യുന്ന എത്രയോ ഇടനിലക്കാർ പിണറായി വിജയനും ഈ ഇടതു സർക്കാരിനൊക്കെ ഉണ്ട്. അവരെയൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, ആർക്കും അവരെക്കുറിച്ച് യാതൊരു ധാരണയും കിട്ടിയിട്ടില്ല. പക്ഷേ EP ജയരാജൻ ചെയ്ത കാര്യങ്ങളൊക്കെ പരസ്യമാകുന്നു. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനുമായിട്ട്
പരസ്യമായിട്ട് ബിസിനസ് തുടരുന്നു, അദ്ദേഹം ജാവ്ദേക്കറുമായിട്ടിരുന്ന് ചായ കുടിക്കുന്നു, രാഷ്ട്രീയം സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പലപ്പോഴും പൊരുത്തമില്ലാതെ പോകുന്നു. ഇതൊക്കെ വരുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹം ഒരു ബാധ്യതയാണ് എന്ന് സ്വാഭാവികമായിട്ട് തോന്നി. അത് ഈ സമയത്ത് മാറ്റുമ്പോൾ അതിനകത്ത് വേറെ ചില ശ്രദ്ധ മാറ്റൽ രാഷ്ട്രീയം കൂടെയുണ്ട്. ഇപ്പം CPM സമ്പൂർണ്ണമായിട്ട് എല്ലാ നിലക്കും പ്രതിരോധത്തിലായി നിൽക്കുന്നൊരവസരം. CPM-ൻ്റെ ഒരു MLA തന്നെ പരസ്യമായിട്ട് CPM-ൻ്റെ പോലീസിലെ വീഴ്ചകളെക്കുറിച്ച് പരസ്യമായിട്ട് പറയുന്നു. BJP-യെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചു വിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പിന്നൊരുക്കങ്ങളും നടത്തിയത് CPM-ൻ്റെ പോലീസാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസാണ് എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അധിക്ഷേപങ്ങളും മ്ലേച്ഛമായ പദപ്രയോഗങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പാറിപ്പറന്ന് നടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുകേഷിൻ്റെ കാര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് EP ജയരാജനെ മാറ്റുന്നൊരു വാർത്ത ഇന്ന് വരുന്നത്. കുറേയൊക്കെ ഇനി ജയരാജനെ ഏതായാലും മാറ്റുന്നു, അത് ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അതും നടന്നോട്ടെ എന്ന് CPM-ലെ കുബുദ്ധികൾ ചിന്തിച്ച് കാണും. കാരണം ഇവിടെ ജയരാജൻ പറഞ്ഞതുപോലെ അതിനൊരു തിരുത്ത് ഞാൻ പറയുന്നു. കാരണം 1977 ഉദുമയിൽ KG മാരാർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത്, അന്ന് അവിഭക്ത കണ്ണൂർ ജില്ലയാണ്, തൊട്ടപ്പുറത്ത് പിന്നെ കൂത്തുപറമ്പിൽ മത്സരിച്ച് ജനസംഘത്തിൻ്റെ പിന്തുണയോടെ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. ഇവരൊക്കെ പരസ്യമായി രാഷ്ട്രീയ സഖ്യങ്ങളും ബാന്ധവങ്ങളും പുലർത്തിയ ആളുകളാണ്. ഇവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ഊഹാപോഹങ്ങളിലേക്കും കെട്ടുകഥകളിലേക്കും ഒക്കെ ഇവർ കടക്കും. അത് അവരുടെ ആത്മരക്ഷാർത്ഥമാണ്. അടുത്ത ഇടവേളയ്ക്കുള്ള സമയമായി. ഇടവേളയ്ക്ക് ശേഷം ഞാൻ സമയമനുസരിച്ച് തിരികെ എത്താം. ഇടവേള ചർച്ച അവസാന മിനിറ്റിലാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ ചെറിയ ഒരു ഉത്തരം പറയണം. ഇപ്പോൾ നന്ദകുമാറിനെ വിടൂ, ശോഭാ സുരേന്ദ്രൻ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ വ്യക്തമാക്കിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ BJP കുറച്ചധികം ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കഥകൾ ആരെങ്കിലും ഉടനെ വലയിലാകാൻ സാധ്യതയുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അഭിലാഷ് മോഹനെ അടക്കം BJP-യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഞാനില്ല. ഇനിയിപ്പോൾ അതിനകത്ത് ബാക്കി ആൾക്കാരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അല്ല, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. BJP-ക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് BJP-യുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് BJP പ്രവർത്തിക്കുന്നവർ നാളെ BJP-യിൽ പ്രവർത്തിക്കേണ്ടവർ. ഞങ്ങൾക്ക് ആരും ശത്രുക്കളല്ല. ഞങ്ങളെ ശത്രുക്കളായി കാണുന്നവരെ പോലും ഞങ്ങൾ നാളെ ഞങ്ങളുടെ പാർട്ടിയുടെയും പാർട്ടിയിലൂടെ രാജ്യത്തിൻ്റെയും രാജ്യത്തിലൂടെ നമ്മുടെ അഖണ്ഡതയും സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ടവരാണ്, ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും കാണും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാൻ ഇതിനിടയിൽ ലാസ്റ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ഒരൊറ്റ പോയിൻ്റ് പറയുന്നു. ഇത് എന്താ പറയുക, ഒറ്റ വെടിക്ക് രണ്ട് പക്ഷികളാണ്. ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി. അതിൽ ഒരു പക്ഷി EP ജയരാജനാണ്. അടുത്ത പക്ഷിയെക്കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല. അടുത്ത പക്ഷി എന്ന് പറയുന്നത് MV ഗോവിന്ദൻ്റെ വെടിയിൽ രണ്ട് പക്ഷി. അതിലൊരു പക്ഷി EP ജയരാജനാണ്, അടുത്ത പക്ഷി പിണറായി വിജയനാണ്. നിങ്ങൾ ഈ സമ്മേളനം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സെപ്റ്റംബർ 5 കഴിയുമ്പോൾ സമ്മേളനം തുടങ്ങുകയാണ്. സെപ്റ്റംബർ 5 തൊട്ട് 30,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും അതിനുശേഷം വരുന്ന സമ്മേളനത്തിന് ശേഷം MV ഗോവിന്ദൻ കച്ചമുറുക്കിയിരിക്കുകയാണ്. ആ കച്ചമുറുക്കി ഇരിക്കാനുള്ള പ്രാരംഭ വെടിയായി ഇപ്പോൾ വെച്ചത്. ഒരു പക്ഷി എത്തു, അടുത്ത പക്ഷിയെ റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പറഞ്ഞത് വളരെ സമ്മേളനകാലം വരികയല്ലേ, നല്ല ഉഷാറായ രാഷ്ട്രീയ ചർച്ചകൾ ആ സമ്മേളനത്തിലും സമ്മേളനത്തോടനുബന്ധിച്ചും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും സ്വപ്നം കാണാനുമുള്ള അവകാശമുണ്ട്. വളരെ നന്ദി. എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.